അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അഥവാ NAFLD നമ്മൾ ഇന്ന് വളരെയധികം കൂടുതൽ കേൾക്കുന്ന ഒരു അസുഖമാണ്. ഫാറ്റി ലിവറിൻ്റെ രോഗാവസ്ഥ ഇന്ന് നമ്മുടെ ആളുകളിലൊക്കെ വളരെയധികം കൂടി വരുന്നു എന്നുള്ള പഠനങ്ങളുണ്ട്. നമ്മുടെ ജീവിതശൈലി, നമ്മുടെ ഭക്ഷണശീലങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ, നമ്മുടെ അമിതമായിട്ടുള്ള പല പ്രോസസ്ഡ് ഫുഡുകളുടെയും ഒക്കെ അവസ്ഥ, എക്സസൈസ് ഇല്ലായ്മ, ഇതെല്ലാം ഫാറ്റി ലിവർ എന്ന അസുഖത്തിലേക്ക് വഴിവെക്കുന്നു എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 10 ഭക്ഷണങ്ങൾ, ഇത് നമ്മുടെ ലിവറിൻ്റെ ഹെൽത്തിനെ നാച്ചുറലായിട്ട് ക്ലെൻസ് ചെയ്യാനും ഫാറ്റ് ലിവറിൻ്റെ രോഗാവസ്ഥ കുറക്കാനും നമ്മളെ സഹായിക്കുന്ന 10 ഭക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഗാർലിക്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വെളുത്തുള്ളി, അലിസിൻ എന്നൊക്കെ പറഞ്ഞ കോമ്പൗണ്ട് അതിലുണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ, നമ്മുടെ കൊളസ്ട്രോൾ കുറക്കാൻ പറ്റുന്ന, ഫാറ്റി ലിവർ കുറക്കാൻ പറ്റുന്ന, നമ്മുടെ ലിവർ എൻസൈമുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഭക്ഷണ പദാർത്ഥമാണ് ഗാർലിക് എന്നുള്ളത്. ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഫാറ്റി ലിവർ രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് മറ്റൊരു ഭക്ഷണമാണ് ബീറ്റ്റൂട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഡീറ്റോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലിവറിലുണ്ടാകുന്ന മോശം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും അതുപോലെ ലിവറിനെയും ബ്ലഡിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് ബീറ്റ്റൂട്ട് എന്നുള്ളത്. പിന്നീട് ടെർമറിക്, നമ്മുടെ മഞ്ഞൾ പവർഫുള്ളായിട്ടൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്, ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉള്ളതാണ്, ബ്ലഡ് പ്യൂരിഫയർ ആണ്. ഇതെല്ലാം നമുക്ക് ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന മറ്റൊരു ഭക്ഷണമാണ്. പക്ഷേ അത് വിചാരിച്ചിട്ട് പല ആളുകളും മഞ്ഞൾ വെള്ളം കലക്കി കുടിക്കുന്നത് കാണാറുണ്ട്. അമിതമായിട്ട് ഇത്തരം മഞ്ഞൾ വെള്ളം കലക്കി കുടിക്കുന്നതൊക്കെ ദോഷകരമായിട്ടാണ് ബാധിക്കാറുള്ളത്. നമ്മുടെ കറികളിലും നമ്മളെ ഉൾപ്പെടുത്താവുന്ന, നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുന്നതാണ് ഏറ്റവും സേഫായിട്ടുള്ളത്. കലക്കി അമിതമായിട്ട് ദിവസേന ഒന്ന് ലിവറല്ലേ ക്ലീൻ ആയിക്കോട്ടെ, ക്ലെൻസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ഞൾ വെള്ളം കലക്കി കുടിക്കുന്നതോ അല്ലെങ്കിൽ ഫാറ്റ് ലിവറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഇത്തരം ഓവറായിട്ട് ഉപയോഗിക്കുന്നതും ശരിക്കും അഡ്വൈസബിൾ അല്ല എന്നുള്ളത് നമ്മൾ ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് മറ്റൊരു ഭക്ഷണമാണ് നമ്മുടെ ലെമൺ. ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ലെമൺ എന്നുള്ളത്. നമ്മുടെ ബൈലിൻ്റെ, നമ്മുടെ പിത്താശയത്തിലുണ്ടാകുന്ന നമ്മുടെ ബൈലിൻ്റെ ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാനും, ബൈൽ ഫ്ലോ ഒക്കെ സ്ലഗിഷ് ആവുന്നതോ അല്ലെങ്കിൽ അതൊക്കെ കുറക്കാനും, ലിവറിൻ്റെ പ്രവർത്തനങ്ങളെ ശരിക്ക് ഉദ്ദീപിക്കാനും നമ്മുടെ ദഹനത്തെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ലെമൺ എന്നുള്ളത്. പിന്നീട് മറ്റൊരു നമ്മൾ ഭക്ഷണമാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ധാരാളം കാറ്റക്കിൻസ് അടങ്ങിയിട്ടുള്ള, ആൽക്കലോയിഡ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മുടെ ഗ്രീൻ ടീ എന്നുള്ളത്. ധാരാളം നമുക്ക് അതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒട്ടനവധിയുള്ള ഒരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ് ഗ്രീൻ ടീ എന്നുള്ളത്. നമ്മുടെ യൂറിക് ആസിഡ് കുറയാൻ, അതുപോലെ നമ്മുടെ ലിവർ എൻസൈംസിൻ്റെ ഇമ്പ്രൂവ് ചെയ്യാൻ, ദഹനം ഇമ്പ്രൂവ് ചെയ്യാൻ ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ എന്നുള്ളത്. അതും നമുക്ക് നമ്മുടെ ഈ ഒരു ഫാറ്റി ലിവറിലെ ആളുകൾക്ക് അഡ്വൈസബിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. പിന്നീട് ലീഫി ഗ്രീനി വെജിറ്റബിൾസ് നമ്മുടെ ദഹനത്തെ സഹായിക്കാനും, ഫൈബേഴ്സായിട്ട് ധാരാളം ഫൈബറുകൾ നമുക്ക് കിട്ടുന്ന പോലെ നമ്മുടെ ദഹനത്തെ ഇമ്പ്രൂവ് ചെയ്യാനും, മലബന്ധം പോലത്തെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഒഴിവാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. പിന്നീട് ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടാണ് നമ്മുടെ അവക്കാഡോ എന്ന് പറയുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്, നമ്മുടെ HDL, ലിവറിന് വേണ്ട ഏറ്റവും നല്ല HDL ആയിട്ടുള്ള നല്ല കൊളസ്ട്രോളിനെ സംഭാവന ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ എന്ന് പറയുന്നത്. ഇത് ഗ്ലൂട്ടാത്തയോണിൻ്റെ ഒരു സപ്പോർട്ട് കൂടി നമുക്ക് തരുന്നത് മൂലം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി, തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് അവക്കാഡോ എന്ന് പറയുന്നത്. പിന്നീട് മറ്റൊരു ഫ്രൂട്ടാണ് ആപ്പിൾ എന്ന് പറയുന്നത്. ധാരാളം ഫൈബേഴ്സ് ഉണ്ട്, ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ട്. ഇപ്പം മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു ഡെയിലി ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണേണ്ടതില്ല എന്നുള്ളത്. അത്രമാത്രം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ആപ്പിൾ എന്ന് പറയുന്നത്. പിന്നീട് ഒന്നാണ് നമ്മുടെ ഒലീവ് ഓയിൽ എന്ന് പറയുന്നത്. ധാരാളം ബൈൽ റിലീസ് ചെയ്യുമ്പോൾ തന്നെ ബൈലിൻ്റെ, നമ്മുടെ പിത്താശയത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾക്ക്, അതുപോലെ പിത്താശയ കല്ലുകൾക്കടക്കം വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഒലീവ് ഓയിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഭക്ഷണത്തിലോ സാലഡുകളിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി കഴിക്കുക, അത് അമിതമായിട്ട് ഹീറ്റ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് മറ്റ് ഏറ്റവും നമ്മൾ ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ലിവർ ഡീടോക്സിഫിക്കേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളത്. വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഏതൊരു പ്രശ്നങ്ങൾക്കായാലും ഒരു പരിധിവരെ നമുക്ക് പല പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ധാരാളം വെള്ളം കുടിക്കുന്നത് മൂലം നമുക്ക് സാധിക്കും. ബോഡിയെ ഒന്ന് ക്ലെൻസ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നീട് കോഫി പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഫാറ്റി ലിവറിനെ കുറക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ ഫാറ്റി ലിവർ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം മധുരമിടാത്ത കട്ടൻ കാപ്പി
ഉപയോഗിക്കുകയാണെങ്കിൽ ഡെയിലി ഒരു 3 ഗ്ലാസ്സെങ്കിലും കുടിക്കുകയാണെങ്കിൽ അത് ഫാറ്റി ലിവറിന് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്നുള്ള പല പഠനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറലി നമുക്ക് കഴിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ നിങ്ങളുമായി പങ്കുവച്ചത്. നിങ്ങൾ ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കുക. അസുഖം വരുന്നതിലുപരി അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വന്നു കഴിഞ്ഞാൽ അതിന് എത്രയും പെട്ടെന്ന് നാച്ചുറൽ സോഴ്സ് കൊണ്ട് എങ്ങനെ മറികടക്കാം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ കൃത്യമായിട്ടൊരു രോഗനിർണയത്തിലൂടെയും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ സ്വീകരിക്കുക എന്നുള്ളതും ഏവരും ശ്രദ്ധിക്കേണ്ട ആരോഗ്യകരമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ നിങ്ങളുമായി പങ്കുവച്ചത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.